അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മനുഷ്യന്മാരൊട്ട് കേൾക്കട്, അഖ്ബിറൂനി മൻ അശ്ജഉന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യശാലി ആറായിട്ട് കിടാറുണ്ട് നക്കതിനെ ചെന്തണ്ടാറ, ഏറ്റവും കൂടുതൽ ഡെയറിംഗ് ഉള്ള വ്യക്തി ആറ്? അപ്പോൾ അവിടെയുള്ള ആൾമാർ ചെന്നാൽ അന്ത യാ അലി, ഓ അലിയെ, അതിൽ സംശയമില്ല, നിങ്ങളല്ലേ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യശാലിയായ വ്യക്തി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചെന്നില്ല, ഞാനല്ല, ഒരിക്കലുമല്ല. ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യശാലിയായ വ്യക്തി അത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കട്. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാർ കേട്ടെങ്കിൽ ധൈര്യശാലി വ്യക്തി ചിലപ്പോൾ എൻ്റെ പേര് ചൊല്ലുവാർ, അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ചൊല്ലുവാർ, അല്ലെങ്കിൽ ഹംസത്തുൽ കർറാറിൻ്റെ പേര് ചൊല്ലുവാർ. പക്ഷെ അങ്ങാറുമല്ല, അങ്ങെല്ലാവരും ധൈര്യശാലി വ്യക്തികളെ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ധൈര്യത്തിക്ക് ഹോലിക്കാക്കിയെങ്കിൽ അങ്ങനെ ഒന്നും ധൈര്യമേ അല്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ഓരോ ഉദാഹരണങ്ങൾ അതൊക്കെ വെച്ച് കൊടുക്കും. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിരന്തരമായിട്ട് ശത്രുങ്ങ മക്കത്തെ മുശ്രിക്കുങ്ങ ദാലിയാക്കയുടെ സന്ദർഭം വന്നാൽ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ ഷരീഫിലെ മുട്ടയിങ്ങനെ നിന്നൊണ്ടിരിക്കുമ്പോൾ മക്കത്തെ കിങ്കരന്മാരായ ഉത്ബത്ത്, ഷൈബത്ത്, അബൂജഹൽ പോലത്തെ ദുഷ്ടന്മാർ ഏകായക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ദാലിയാക്കോ വന്നാർ. ആ സന്ദർഭത്തിൽ ബാക്കിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ള മുസ്ലിം എല്ലാവരും ഒഞ്ചിച്ച് ഓടിയാർ ഒഞ്ചിച്ചാർ ചെന്നെങ്കിൽ നബി തങ്ങളുടെ ഇന്നെങ്കിൽ ഞങ്ങൾക്ക് അടിപൂണ്ട് ചൊല്ല ഞങ്ങൾക്ക് ഉറപ്പെന്ത് ആറും ആ ദാളിനെ പിന്നെ തപ്പാട്ടുക ആർക്കും അഥവാ പോയിട്ട് തടയുക ശക്തി ധൈര്യം ആർക്കും എന്നിട്ടില്ല. ആ സന്ദർഭത്തിൽ എവിടെ ഓടി വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി പോയിട്ട് അങ്ങനെ എല്ലാവരെയും എതിർ നിന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ തുടരുമെന്നുള്ള എൻ്റെ മേലിനെ തുടരും, ഒരിക്കലും എൻ്റെ ഹയാത്തിക്കത്തോളം ആ മുഹമ്മദ് നബിക്ക് ഒരു തെല്ല് നിങ്ങളെ മേൽ തുടങ്ങും ഞാൻ അവകാശത്തരല്ല ചെന്നിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് വാഗ്വാദാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് അക്രമെല്ലാം തൻ്റെ മേൽ എന്താക്കിയിട്ട് ഏറ്റെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് അവിടെ ധൈര്യമായിട്ട് അങ്ങനെ പോരാടിത്ത് ആ ഒരു സന്ദർഭത്തിൽ ഞാൻ വിചാരിച്ചു ഇത്തരം ഒരു ധൈര്യത്തെ വ്യക്തി ഞങ്ങളെ കൂട്ടത്ത് ആറും ഇല്ല. തുടർന്നിട്ട് പിന്നെയും ഒരുപാട് സംഭവങ്ങൾ ഹിജ്റ പോകേണ്ട സന്ദർഭം, മക്കത്തിൽ നിന്ന് മദീനത്തിലേക്ക് ഹിജ്റ പോകേണ്ട സന്ദർഭത്തിൽ മക്കത്തെ മുശ്രിക്കുങ്ങ മുഹമ്മദിനെ തല ആരെങ്കിലും പാറവാട്ടിയെങ്കിൽ അവനക്ക് 100 ഒട്ടകത്ത് ഇനാമ് കൊടുക്കടാ ചെന്നിട്ട് ഘോഷണാക്കിയ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു തലയുടെ മേലിന്നതായ ആ ഓഫർ മക്കത്തെ മുശ്രിക്കിങ്ങ ബാലക്കാർ റൗഡിമാർ എല്ലാവരും ഏറ്റെടുത്തിട്ട് തലവാർ പിടിച്ചിട്ട് തേടുന്നതായ സന്ദർഭം, ആ ഒരു ഭയങ്കര പേടിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്തിൽ നിന്നിട്ട് മദീനത്ത് വരെ എന്തൊരു ഇടങ്ങേറ് സംഭവിക്കാത്ത പോലെ സുരക്ഷിതമായിട്ട് എത്തുപാട്ടിയ ഒരു മഹാനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയുടെ നൂണ്ടെത്തു. ഗുഹയുടെ നൂറുമ്പോൾ നബിയെ നിങ്ങൾ ഫസ്റ്റ് ഗുഹയുടെ നൂലുണ്ട, നാണ് പോയിട്ട് ആ ഗുഹയുടെ എന്തുകൊണ്ട് നോക്കിയല്ല ചെന്ത്. അപ്പോൾ ആ മറുഭൂമിയിലുള്ളതായ ആ ഗുഹ അതിൽ ഭയങ്കരമായ സർപ്പങ്ങ വിഷജന്തുങ്ങ ഉള്ളതായ ഗുഹയായിട്ടെന്ത്. പക്ഷേ ആ ഗുഹയുടെ ധൈര്യമായിട്ട് ഉൽഗ നൂറിട്ട് നബി തങ്ങൾ ദൈക്കോ അറേഞ്ച്മെൻ്റ് ആക്കി കൊടുത്തു. എന്ന് മാത്രമല്ല അവിടെ ഉള്ളതായ ഗുഹയുടെ ഉള്ള പൊത്തുങ്ങെല്ലാം അടച്ച് വെച്ചിട്ട് എല്ലാത്തെ മുച്ചിട്ട് അവസാനം ഒരു പൊത്തു ബാക്കിത്ത് ആ പൊത്തുക്ക് തൻ്റെ സ്വന്തമായ കാലിൽ വെച്ച് കൊടുത്തു. ഒരു പൊത്തുൽക ഉച്ചി ഉണ്ടു പാമ്പുണ്ടുകൊണ്ട് ഉറപ്പിന്നിട്ടായെങ്കിൽ ഞങ്ങൾക്കത് ആ പൊത്തുൽക കൈയിടവും അല്ലെങ്കിൽ കാൽ വയ്ക്കുമോ ഞങ്ങൾക്ക് ധൈര്യം വരുക. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തമായ കാൽ വെച്ച് കൊടുത്തു. എന്നിട്ട് നിരന്തരമായിട്ട് ഉച്ചിലെ ആ പാമ്പിടെ കടി ഏറ്റെടുത്തിട്ട് എങ്കിലും ആ കാലിൻ്റെ ആ പൊത്തിൽ നിന്നിട്ട് വലിച്ചിട്ടില്ല നോക്കൂ. ഇത്ര ധൈര്യത്തെ വ്യക്തി കാണുവാൻ സാധിക്കുക. അങ്ങനെ തുടർന്നിട്ട് ബദർ യുദ്ധത്തെ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് 1000 പണ്ടതായ ശത്രുങ്ങളെ ഒറ്റൊരു ലക്ഷ്യമായിട്ട് ഫസ്റ്റായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണോ ചെല്ലവർ ഫസ്റ്റ് അങ്ങനെ ഉദ്ദേശം അതായിട്ട് അങ്ങനെ ഏമായിട്ട്. അപ്പോൾ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ദാലി അറ്റാക്ക് ആവോ ചാൻസ് ഉണ്ട്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ವಸಲ್ಲಮ തങ്ങൾ ഒരു ಅರೀಶ್ ಚೆಂದಿಗಳು ಯುದ್ಧತೆ ಮುಖಂಡಗೂ ಸೇನಾನಾಯಕಗೂ ದೈಕುಳ್ಳರು ಪಕ್ಕ ಇಟ್ಟಿಕಡೆ ഒരു ടെൻറ്റ് ആയിട്ടിക്കടെ അരീശ്. ആ ടെൻറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് ദീപാട്ടിയാർ. ആ ദൈപ്പാട്ടിയ സന്ദർഭത്തിൽ ആറായിട്ടിക്ക് നബി തങ്ങളെ കാക്കോ നിൽക്കടെ പ്രൊട്ടക്ഷൻ കൊടുക്കൂ സെക്യൂരിറ്റി കൊടുക്കടെ 6 ഗಂಟೆ ചൊല്ല ചർച്ച വന്നപ്പോൾ ഒരു മനുഷ്യൻ എതിർ പണ്ടില്ലേ ചെന്നെങ്കിൽ ഉറപ്പായിട്ടിക്കട് മക്കത്തെ മുശ്രിക്കിങ്ങ ഏതെങ്കിലും ഗലികൾ വന്നിട്ട് ദാലിയാക്കുവാർ. ആ സന്ദർഭത്തിൽ വെറുതെ റിസ്ക് എടുക്കുമോ നിങ്ങൾക്ക് അങ്ങനെ അടിയിട്ടില്ല ചെന്നെങ്കിൽ അങ്ങക്ക് ധൈര്യം ഉണ്ടല്ല അങ്ങക്കു പേടിയായിട്ട് ഞാൻ ഏറ്റെടുത്തത് ചിലപ്പോൾ ആ ഏറ്റെടുത്തത് എൻ്റെ മക്കളിൻ്റെ ഉണ്ടായ ചെറിയൊരു അബദ്ധം കൊണ്ടു നബി തങ്ങൾ എന്തെങ്കിലും സംഭവിക്കൂ ഒരു ചെറിയൊരു ഹിഞ്ചരിക്കായിട്ട് തങ്ങൾക്ക്. ആ സന്ദർഭത്തിൽ ഒരു ഹിഞ്ചരിക്കയില്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% നാന് കാക്കടെ നബി തങ്ങളെ ഒരു മുടിക്ക് പോലും ഒന്നും സംഭവിക്കാത്ത പോലെ ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കട ചെന്നിട്ടും എതിർ വന്ന ആളായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമു ദീനികനായിട്ട് പൂർണ്ണമായിട്ടുള്ള ധൈര്യം ഡെയറിങ് കാണിച്ച മഹാനായിട്ട് സ്വന്തം ശക്തി കൊണ്ടല്ല, ശാരീരികമായ ശക്തിയല്ല, ഈമാനികമായ പവറായിട്ട് തന്നിട്ട് നമുക്കിതിൽ മനസ്സിലാവാൻ സാധിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ബർക്കത്തിൽ അങ്ങനെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്താക്കട്ടെ. അവിടുത്തെ മദ്ഹ് ചെയ്തത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ദുനിയാവും ആഖിറവും ഇസ്സത്തിലും നിഅമത്തിലും ഐശ്വര്യത്തിലാക്കി തീർക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സല്ലല്ലാഹു